പൂരത്തിൻ്റെ ആവേശത്തിലാണ് തൃശ്ശൂർ. ആ തൃശ്ശൂരിൽ പൂരത്തിൻ്റെ ഏറ്റവും പ്രധാന ചടങ്ങുകളിലൊന്ന് തന്നെയാണ് മഠത്തിൽ വരവ്. ആ മഠത്തിൽ വരവിന് മുന്നോടിയായിട്ടുള്ള പഞ്ചവാദ്യം അല്പസമയത്തിനകം തുടങ്ങും. ഏകദേശം 11 മണിയോടുകൂടി പഞ്ചവാദ്യം തുടങ്ങും എന്നുള്ളതാണ് നമുക്ക് ഇവിടെ നിന്ന് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. കോങ്ങാട് മധുവിൻ്റെ പ്രാമാണ്യത്തിലാണ് ഇവിടെ പഞ്ചവാദ്യം നടക്കുക. വലിയ ആവേശം തന്നെയുണ്ട്, ചൂടൊക്കെ ഉണ്ട്. പക്ഷേ ചൂടൊന്നും ഈ പറയുന്നത് പോലെ തന്നെ ആരെയും ബാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് ഈ തിരക്ക് കാണുമ്പോഴൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് അവനെ എങ്ങനെ പോകുന്നു? പൂരത്തിൻ്റെ ആവേശമൊക്കെ എങ്ങനെ പോകുന്നു? നന്നായി പോണു. വലിയ ആവേശമുണ്ട്. ഇപ്പോൾ പഞ്ചവാദ്യത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. അതെ അതെ അതെ. ഈ മഠത്തിൽ വരവും അതുമായി ബന്ധപ്പെട്ട പഞ്ചവാദ്യമൊക്കെ ഏറ്റവും പൊട്ടിക്കയറാൻ കാത്തിരിക്കുകയാണ്. അതെ അതെ അതെ. എങ്ങനെ ആഘോഷിക്കുന്നു പൂരമൊക്കെ? പൂരം ചെറിയ വിഷമൊക്കെ ഉണ്ട്, എന്നാലും നമ്മൾ ചെറിയ രീതിയിൽ അങ്ങനെ ആഘോഷിച്ച് പോകുന്നു. അങ്ങനെ നന്നായി പോകുന്നു. അതാണ് ചെറിയ ഒരു വിഷമമൊക്കെ ഉണ്ട്. കാരണം നമുക്കറിയാം ആ ഒരു അപകടത്തിൻ്റെ പശ്ചാത്തലമൊക്കെ നമുക്കറിയാം, ആ ഒരു അപകടം. പക്ഷേ അപ്പോഴും പൂരത്തിൻ്റെ ആവേശത്തിനോ അതിൻ്റെ ആഘോഷങ്ങൾക്കോ ഒന്നും ഒട്ടും കുറവില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഈ തിരക്കൊക്കെ കാണുമ്പോൾ മനസ്സിലാവുന്നത്. ചേട്ടാ, എങ്ങനെ പോകുന്നു പൂരത്തിൻ്റെ ആഘോഷവും ആവേശവും ഒക്കെ? നടന്നുകൊണ്ടിരിക്കുന്നു. നല്ല അടിപൊളിയായിട്ട് നടക്കും. ഇപ്പം കഴിഞ്ഞ കൊല്ലത്തേക്ക് അടിപൊളിയായിട്ട് നടക്കാനുള്ള എല്ലാ ഇതുണ്ട്. രാവിലെ ഏതാണ്ട് ഒരു 8 മണിക്ക് ശേഷമാണ് തിരുവമ്പാടി ക്ഷേത്രത്തിൽ നിന്നുള്ള തിടമ്പും വഹിച്ചുകൊണ്ട് തിരുവമ്പാടി കണ്ണൻ ഇപ്പോൾ അല്പസമയം മുമ്പ് ബ്രഹ്മസ്മഠത്തിലേക്ക് എത്തിയത്. ഇനിയിപ്പോൾ ഇറക്കി പൂജയാണ്. ആ പൂജ അതിൻ്റെ ചടങ്ങുകളും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഇവിടെ പഞ്ചവാദ്യം അടക്കമുള്ള കാര്യങ്ങൾ നടക്കുക എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ പൂരമൊക്കെ എങ്ങനെ പുരോഗമിക്കുന്നു? എങ്ങനെയാണ് പൂരത്തിൻ്റെ ആവേശമൊക്കെ ഉണ്ടോ? പിന്നെ നല്ല ആവേശമാണ്. ചൂടൊക്കെ വലിയൊരു പ്രശ്നമാണോ? ചൂടുണ്ട്, എന്നാലും നമുക്ക് കുഴപ്പമില്ല. ചൂടൊന്നും ഒരു വിഷയമല്ല പൂരം നടക്കുമ്പോൾ അല്ലേ? എങ്ങനെ പോകണു പൂരൊക്കെ? നല്ലതാ. ഇവിടെ തന്നെയാണോ അതോ? ഞാൻ ബാംഗ്ലൂരാ. ഇവിടെ തന്നെ ഉള്ളതാണ്. പക്ഷെ പൂരത്തിന് വേണ്ടിയിട്ട് വന്നാണ്? അതെ അതെ. വർക്ക് ചെയ്യാണ്? വർക്ക് ചെയ്യണം. അതാണ് ഈ പൂരം നടക്കുന്ന സമയങ്ങളൊക്കെ തന്നെ വിവിധ സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകളുണ്ട്. തൃശ്ശൂർക്കാരെ സംബന്ധിച്ചിടത്തോളം അവരെ സംബന്ധിച്ച് പൂരം എന്നുള്ളത് ഒരിക്കലും അവർക്ക് ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് ഏത് നാട്ടിൽ പോയി ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിലും ഒരു പൂരപ്രേമി എന്ന നിലയ്ക്ക് അവർ സ്വന്തം നാട്ടിലേക്കൊക്കെ മടങ്ങിയെത്തും, ആ പൂരത്തിൻ്റെ ഭാഗമാകും. ചേട്ടാ, പൂരം എങ്ങനെ പുരോഗമിക്കുന്നു? പൂരം തകർക്കാണ്. പൂരം ഗംഭീരമായിട്ട് ഇപ്പോൾ തകർത്താടിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിൽ ചെറിയൊരു വിഷമം കയറി വന്നെങ്കിലും അതെല്ലാം ഇപ്പോൾ മനസ്സിൻ്റെ ഉള്ളിലൊരു ഭാഗത്തേക്ക് മാറ്റിവെച്ച് ആ വിങ്ങലും വേദനയും ഒരു സൈഡിലേക്ക് ഒതുക്കി വെച്ചുകൊണ്ട് ഞങ്ങളുടെ തൃശ്ശൂർക്കാരുടെ ഒരു വികാരം എന്നുള്ള ഈ പൂരം ഞങ്ങളുടെ ആവേശത്തിൽ നെഞ്ചിലേറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പൂരം ഒരു എന്താ പറയുക, ഒരു ഭാഗത്തിലേക്ക് കയറിയിട്ടുള്ളൂ, തുടക്കത്തിലേക്കായിട്ടുള്ളൂ. ആവേശം കൊടുമ്പിരി കൊള്ളാൻ പോകുന്നേ ഉള്ളൂ. രാവിലെ ഏതാണ്ട് 8 മണിയോടുകൂടിയാണ് തിരുവമ്പാടി ക്ഷേത്രത്തിൽ നിന്ന് അവിടുന്ന് ഭഗവതിയുടെ ഇടം പേറ്റിക്കൊണ്ട് തിരുവമ്പാടി കണ്ണൻ അല്പസമയം മുമ്പ് ഇങ്ങോട്ടേക്ക് എത്തിയത്. ഇനിയിപ്പോൾ ഇറക്കി പൂജ അടക്കമുള്ള ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. അതിനുശേഷം ഇനി പഞ്ചവാദ്യത്തിനായുള്ള കാത്തിരിപ്പാണ് അല്ലേ? പഞ്ചവാദ്യം മഠത്തിൽ വരവേ. ഇനി ഇവിടുന്ന് ദേവി വടക്കുന്നാഥനെ കാണാനായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് ഇനി മഠത്തിൽ നിന്ന് പുറപ്പെടുന്നത്. ഇനി മഠത്തിൽ വരവ് പഞ്ചവാദ്യം ഏകദേശം കുറച്ച് നേരം കഴിഞ്ഞാൽ ഗംഭീരമായൊരു തുടക്കം കുറിക്കാൻ പോവാണ്. പൂരത്തിൽ അലിയാൻ കാത്തിരിക്കുകയാണ്. ആവേശത്തിലാണ് തകർക്കാനായിട്ട് ഇവിടെ എല്ലാവരും കാത്തിരിക്കുകയാണ്. അതാണ് അതുതന്നെയാണ്. ഇനിയിപ്പോൾ അല്പസമയത്തിനകം തന്നെ പഞ്ചവാദ്യം ആരംഭിക്കും. ആ പഞ്ചവാദ്യത്തിൻ്റെ ആ മേളത്തിൻ്റെ ഒക്കെ കരഘോഷങ്ങൾ നമുക്ക് അല്പസമയത്തിനകം തന്നെ കേൾക്കാൻ സാധിക്കും. ആ രീതിയിൽ തന്നെ വലിയ ആവേശം പ്രേമികളെ സംബന്ധിച്ച്, തൃശ്ശൂർക്കാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്നുള്ളതാണ്. അല്പസമയം മുമ്പാണ് തിരുവമ്പാടി കണ്ണൻ ഇങ്ങോട്ടേക്ക് തിരുവമ്പാടി ദേവസ്ഥത്തിൽ നിന്നുള്ള ഭഗവതിയുടെ തിടം പേറ്റിക്കൊണ്ട് ഇങ്ങോട്ടേക്ക് എത്തിയത്. അതിനുശേഷം ഈ പറയുന്നത് പോലെ തന്നെ അതായത് ഈ റോഡിന് ഇരുഭാഗത്തും ഈ എഴുന്നള്ളത്ത് കാണാൻ തന്നെ നിരവധി പേർ കാത്തു നിൽക്കുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടതാണ്. തൃശ്ശൂർ പൂരത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്നാണ് ഈ മഠത്തിൽ വരവ് എന്നുള്ളത്. ഏതായാലും 3 ആനകൾ, അതായത് തിരുവമ്പാടി കണ്ണനും അതോടൊപ്പം തന്നെ മറ്റ് 2 ആനകളും, അങ്ങനെ 3 ആനകളുടെ അകമ്പടിയോടുകൂടിയാണ് ഇങ്ങോട്ടേക്ക് എത്തിയത്. അങ്ങനെ തന്നെ വലിയ ആവേശം നിൽക്കുന്നു. ചേട്ടാ, എവിടെ നിന്നാണ് വരുന്നത്? ഇവിടെ തന്നെ ഉള്ളതാണോ? നാട് തമിഴ്നാടാണ്, കോയമ്പത്തൂരാണ്. ഇവിടെ വന്നിട്ട് 10-25 വർഷമായി. തൃശ്ശൂരാണ് താമസം? തൃശ്ശൂരിലാണ് താമസം, പൂങ്കുന്നത്തിലാണ് താമസം. എങ്ങനെ പോകുന്നു പൂരത്തിൻ്റെ ആവേശമൊക്കെ? എങ്ങനെ പോകും? ആവേശം വളരെ കുറഞ്ഞുപോയി, നിരാശയായി. വെടിക്കെട്ട് ഇല്ലെന്ന് പറഞ്ഞതോടുകൂടി നാട്ടിലിരുന്ന് വരാൻ വിചാരിച്ചിരുന്ന എൻ്റെ ഫ്രണ്ട്സൊക്കെ എല്ലാം ക്യാൻസൽ ചെയ്തു.
ഞാൻ തൃശ്ശൂരിൽ വന്ന് താമസിച്ച് തൃശ്ശൂർ ഇഷ്ടപ്പെടാൻ മെയിൻ കാരണം തൃശ്ശൂർ പൂരം വെടിക്കെട്ടാണ്. പൂരംകാരനാണ് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് താമസം പോലും മാറ്റിയത്? ഇല്ലല്ല, ജോലിക്ക് വേണ്ടിയിട്ട് വന്നതാണ്. വന്നപ്പോൾ ഇഷ്ടപ്പെട്ടു. തൃശ്ശൂരുടെ കൾച്ചറും ആൾക്കാരും എല്ലാം ഇഷ്ടപ്പെട്ട കാരണം തൃശ്ശൂരിൽ തന്നെ താമസിക്കാൻ തീരുമാനിച്ചു. വെടിക്കെട്ടില്ല എന്നുള്ള സങ്കടമുണ്ട്, പക്ഷെ അപ്പോഴും പൂരത്തിന്റെ ആഘോഷങ്ങൾക്കും അതിന്റെ ആ ആവേശത്തിനൊന്നും ഒട്ടും കുറവില്ല. അത് ഒരു 50-60% ഡൗൺ ആയി. ബിക്കോസ് ഇതിന് ആഘോഷങ്ങളൊക്കെ വെടിക്കെട്ട് ഉണ്ടായിരുന്നില്ല, പിന്നെ മെയിൻ വെടിക്കെട്ടില്ല, പകൽപൂരമില്ല. അപ്പോൾ എന്താ ആണയുടെ ആണപ്പട്ടം എന്ന് പറയല്ലോ, അത് ഇല്ലാണ്ട് ആണയെ കാണുന്നതിന് ഒരു ഫീലിംഗ് ആണ്. അത് തന്നെയാണ് തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത്. എപ്പോഴും ഈ പറയുന്നത് പോലെ തന്നെ വലിയ ആവേശം നൽകുന്ന ഒന്നാണ്. അതായത് ഈ വെടിക്കെട്ട്, ഇലഞ്ഞിത്തറമേളം, അതോടൊപ്പം തന്നെ മഠത്തിൽ വരവ്, അങ്ങനെ എല്ലാം എപ്പോഴും ആവേശം നൽകുന്ന ഒന്ന് തന്നെയാണ് തൃശ്ശൂർ പൂരം എന്നുള്ളത്. ആ തൃശ്ശൂർ പൂരത്തിൻ്റെ ഈ പറയുന്ന നമുക്കറിയാം, ഈ അപകടത്തിൻ്റെ പശ്ചാത്തലത്തിലേക്ക് ചെറിയ ചില നിയന്ത്രണങ്ങളും കാര്യങ്ങളുമൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട് എങ്കിൽ പോലും പക്ഷേ ഈ പറയുന്ന പോലെ ആഘോഷത്തിനോ ആവേശങ്ങൾക്കോ ഒട്ടും കുറവില്ല എന്നുള്ളത് തന്നെയാണ്. രാവിലെ മുതൽ തന്നെ നിരവധി ആളുകളൊക്കെ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. ഇപ്പോൾ ഘടകപൂരങ്ങളൊക്കെ തന്നെയും വടക്കുന്നാഥൻ്റെ മണ്ണിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇനി അല്പസമയത്തിനകം ഇവിടുന്ന് 11 മണിയോടുകൂടി തന്നെ പഞ്ചവാദ്യം ആരംഭിക്കും. കൊങ്ങാട് മധുവിൻ്റെ പ്രാവണ്യത്തിലാണ് പഞ്ചവാദ്യം നടക്കുന്നത്. നാദപ്രവാഹത്തിനായി നമുക്ക് കാത്തിരിക്കാം.